ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശത്തിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട ബിജെപി നേതാവ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന്റെ നീക്കമെന്നുള്ള വാർത്തയാണ്. ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ നോട്ടീസ് നൽകാനെത്തിയ പോലീസ് പി സി ജോർജ് ഇല്ലാത്തതിനാൽ മടങ്ങി. തിങ്കളാഴ്ച വരെ സാവകാശം തേടി പി സി ജോർജ് പോലീസിന് കത്തു നൽകി. എന്നാൽ പോലീസ് മറുപടി നൽകിയിട്ടില്ല. പാർട്ടിയുമായി കൂടിയാലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും പി സി ജോർജിന്റെ മകനുമായ ഷോൺ ജോർജ് പ്രതികരിച്ചു. പോലീസ് നോട്ടീസ് തരാൻ ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ ഇവിടെ അദ്ദേഹം ഇല്ല എന്നുള്ള കാര്യം അറിയിച്ചപ്പോൾ എനിക്ക് നോട്ടീസ് തന്നില്ല. അവർ പറഞ്ഞു പക്ഷേ 2 മണിക്ക് ഹാജരാകാൻ കഴിയുമോ എന്നാണ് അവർ ചോദിച്ചത്. DYSP ഇവിടെ വന്നിരുന്നു. ഞാൻ പറഞ്ഞു ഇന്ന് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നാളെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഓടിയെത്തേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പായിട്ട് എത്തിക്കോളാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിന് മറുപടി ഒന്നും അവർ പറഞ്ഞിട്ടില്ല, കത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ എവിടെയാണ് അദ്ദേഹത്തിനെ ഓടിച്ചിട്ട് പിടിക്കണം. ഇത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ഹാജരാകാമെന്ന് പറഞ്ഞിട്ട് ഇനി പോലീസ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ടോബി, ഇതിപ്പോ ഈ ഒരു ദിവസം മുൻകൂർ ജാമ്യം കഴിഞ്ഞ ദിവസം കോടതി തള്ളിയതോടെ ഈ ഒരു ദിവസം നിർണായകമായിരുന്നു. അതുകൊണ്ട് തന്നെ പി സി ജോർജാണ്, നമുക്കറിയാമല്ലോ, വാർത്തകളിൽ എപ്പോഴും നിറഞ്ഞു നിന്നിരുന്ന ഒരാളാണ് പി സി ജോർജ്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്താവും പോലീസിന്റെ നീക്കം എന്നുള്ളത് എല്ലാവരും കൗതുകത്തോടു കൂടി തന്നെയാണ് നോക്കിയിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. എന്തായിരിക്കും പോലീസിന്റെ അടുത്ത നീക്കം? പുതിയ നിയമപ്രകാരം, അതായത് വീനസ് പ്രകാരം ഈ പെട്ടെന്ന് വീട്ടിൽ കയറിയ ഒരു അറസ്റ്റ്, കാരണം അത് 7 വർഷത്തിൽ കുറവുള്ള ശിക്ഷ എന്നുള്ള ഒരു നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ നിയമവശങ്ങൾ പരിശോധിച്ചാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു നിലപാടാണ് പോലീസിനുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് പാലാ ഡിവൈഎസ്പി ഇന്ന് പൂഞ്ഞാറിലെ പി സി ജോർജിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന് നോട്ടീസ് നൽകാൻ തയ്യാറായത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ പി സി ജോർജ് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മകനായിട്ടുള്ള ഷോൺ ജോർജ് ആ നോട്ടീസ് വാങ്ങിയില്ല. അദ്ദേഹം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും ഇതിന് തൊട്ട് പിന്നാലെ തന്നെ പി സി ജോർജിന്റെ മകനായിട്ടുള്ള ഷോൺ ജോർജ് പാലാ ഡിവൈഎസ്പിക്ക് മുൻപാകെ ഒരു കത്ത് നൽകിയിട്ടുണ്ട്. അതായത് അറസ്റ്റ് നേരിട്ട് ഹാജരായിക്കൊള്ളാം, അതായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഹാജരായിക്കൊള്ളാം എന്ന് കത്ത് മുഖാന്തരം അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഉടൻ അങ്ങനെ പെട്ടെന്ന് വന്ന് പറയുമ്പോൾ ഹാജരാകാൻ സാധിക്കാത്തത്. എന്തായാലും തിങ്കളാഴ്ച വരെ സമയം അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ പോലീസ് ഈ കത്തിനൊരു മറുപടി നിലവിൽ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് ഏവരും ഉറ്റുനോക്കുകയാണ്. ചാടിക്കയറി ഒരു അറസ്റ്റിലേക്ക് പോകില്ല എന്നുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത്. പി സി ജോർജ് എന്തായാലും നിലവിൽ വീട്ടിലില്ല. അദ്ദേഹം മറ്റെവിടേക്കോ മാറിയിരിക്കുകയാണ്. ഒളിവിലായിട്ട് തന്നെ നമുക്ക് അതിനെ കണക്കാക്കുകയും ചെയ്യാം. വിദ്വേഷ പരാമർശം വീണ്ടും ആവർത്തിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം നടത്തുകയും ഒപ്പം തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തത്. ഹൈക്കോടതി തള്ളിയ ഒരു സാഹചര്യത്തിൽ ഡിവിഷൻ ബെഞ്ചിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ ഈ അപ്പീൽ നൽകാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. പാർട്ടിയുമായി കൂടിയാലോചിച്ച ശേഷം ആ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഷോൺ ജോർജ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആ പറഞ്ഞ പ്രസ്താവന, ആ ഒരു വിവാദമായ പരാമർശത്തിൽ നേരത്തെ തന്നെ ഫേസ്ബുക്കിലൂടെ മാപ്പ് പറഞ്ഞതാണ്. എന്നാൽ തീവ്രവാദത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ ഇനിയും ആവർത്തിച്ച് ആ നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമെന്നൊരു കാര്യം കൂടി ഷോൺ ജോർജ് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ അടുത്ത നീക്കം എന്താകുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സ്മിത, ശരി. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വാർത്ത കൂടിയാണത്. പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം.